മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എം.കോം പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ സെമസ്റ്ററിലെ സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, അതിലെ അവസാനത്തെ ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ അണ്ടർ റൈറ്റേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അണ്ടർ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് സെബി നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊണ്ട് മാത്രമാണ് അണ്ടർ റൈറ്റേഴ്സിന് അണ്ടർ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അണ്ടർ റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് സെബി നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ക്യാപിറ്റലിൻ്റെ ഫുൾ ഇഷ്യൂവും നിർബന്ധമായിട്ടും അണ്ടർ റൈറ്റ് ചെയ്തിരിക്കണം. അതായത് ജനറൽ പബ്ലിക്കിന് നൽകുന്ന ഈച്ച് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഓരോ തവണയും ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ, അതിൻ്റെ ഫുൾ ഇഷ്യൂ നിർബന്ധമായിട്ടും അണ്ടർ റൈറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പബ്ലിക്കിന് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ 90% എങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. 90% സബ്സ്ക്രിപ്ഷൻ എങ്കിലും ഉറപ്പാക്കിയാൽ മാത്രമാണ് ആ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 90% സബ്സ്ക്രിപ്ഷൻ മിനിമം സബ്സ്ക്രിപ്ഷൻ റേറ്റായിട്ട് സെബി തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന അതിൻ്റെ 90% മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കമ്പനിക്ക് ലഭിച്ച തുക മുഴുവനും പബ്ലിക്കിന് മടക്കി നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാപിറ്റലിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും അണ്ടർ റൈറ്റിംഗ് എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് 90% എങ്കിലും സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. 90% മിനിമം സബ്സ്ക്രിപ്ഷൻ. ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ 90% എങ്കിലും വാങ്ങുന്നതിനുള്ള താൽപ്പര്യം ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഷെയർ ഇഷ്യൂ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ കാര്യങ്ങളുമായിട്ട് കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ 90% എന്നുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ കമ്പനിക്ക് ഉറപ്പാക്കാൻ സാധിക്കാതെ വന്നാൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കമ്പനിക്ക് ലഭിച്ച മുഴുവൻ തുകയും ജനറൽ പബ്ലിക്കിന് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് അണ്ടർ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് സെബി നൽകിയിരിക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് കമ്പനിയുടെ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ അണ്ടർ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അണ്ടർ റൈറ്റ് ചെയ്തതിന് ശേഷവും കമ്പനി ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിന് ജനറൽ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നും ആ ഷെയർ വാങ്ങുന്നതിനുള്ള
സബ്സ്ക്രിപ്ഷൻ അതിൻ്റെ മിനിമം സബ്സ്ക്രിപ്ഷനായ 90% ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുക. കമ്പനി ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ 90% എങ്കിലും ലഭിച്ചാൽ മാത്രമാണ് കമ്പനിക്ക് ആ ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഷെയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ മുഴുവൻ തുകയും കമ്പനി മടക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കമ്പനിയുടെ ഓരോ ഇഷ്യൂവും അണ്ടർ റൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ അണ്ടർ റൈറ്റ് ചെയ്തതിന് ശേഷവും 90% എന്നുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ കമ്പനിക്ക് ലഭിക്കാതെ വന്നാൽ, അതായത് ജനറൽ പബ്ലിക്കിൽ നിന്നും കമ്പനിയുടെ സെക്യൂരിറ്റി വാങ്ങുന്നതിനുള്ള അപേക്ഷയും അതേപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുക്കാം അല്ലെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്ന ഷെയറുകളുടെ എണ്ണവും കൂടി കൂട്ടുമ്പോഴും മിനിമം സബ്സ്ക്രിപ്ഷനായ 90% കിട്ടുന്നില്ല എങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ലഭിച്ച മുഴുവൻ തുകയും തന്ന ആൾക്കാർക്ക് കമ്പനി മടക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മടക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പണിംഗ് ഡേറ്റിൻ്റെ അന്ന് തൊട്ട് 120 ദിവസത്തിന് ഉള്ളിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കമ്പനിക്ക് ലഭിച്ച മുഴുവൻ തുകയും തിരികെ നൽകേണ്ടതായിട്ട് വരും. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ 90% അത് അറ്റൈൻ ചെയ്യാതെ സാധിക്കാതെ വന്നാൽ ആ തുക തിരികെ കൊടുക്കേണ്ടത് കമ്പനിയുടെ ക്യാപിറ്റൽ ഇഷ്യൂവിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൻ്റെ അന്ന് തൊട്ട് 120 ദിവസത്തിന് ഉള്ളിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ തുക മുഴുവനും കമ്പനി തന്ന ആൾക്കാർക്ക് മടക്കി കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സെബിയുടെ രണ്ടാമത്തെ ഗൈഡ് ലൈൻ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് കമ്പനി അണ്ടർ റൈറ്റേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, അവരുടെ നെറ്റ് വർത്തിനെ കുറിച്ച് കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് അവർ അന്വേഷിച്ച് അണ്ടർ റൈറ്റേഴ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ്, അണ്ടർ റൈറ്റേഴ്സ് അവർ അവകാശപ്പെട്ടിരിക്കുന്ന അത്രയും നെറ്റ് വർത്ത് സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ട് എന്നുള്ള കാര്യം അത് ബോധ്യപ്പെടേണ്ടത് കമ്പനിയുടെ ലീഡ് മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയാണ്. അതുപോലെ തന്നെ അണ്ടർ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനുള്ള കപ്പാസിറ്റി, അതിനുള്ള എല്ലാ സാമ്പത്തിക സ്ഥിതിയും അവർക്കുണ്ട് എന്നുള്ള കാര്യം അത് പരിശോധിച്ച് അത് ബോധ്യപ്പെടേണ്ട ഉത്തരവാദിത്വം കമ്പനിയുടെ ലീഡ് മാനേജേഴ്സിന് ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ സെബിയുമായിട്ട് കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് ഷെയർ ചെയ്തിരിക്കണം. കമ്പനിയുടെ അണ്ടർ റൈറ്റേഴ്സിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും സെബിയെ കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് അക്കാര്യം നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അണ്ടർ റൈറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ നിർബന്ധമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അത് നിർബന്ധമായിട്ടും ഫയൽ ചെയ്തിരിക്കണം. ഇത്രയുമാണ് അണ്ടർ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സെബി നൽകിയിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ്. ഇതുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ്റെ
റേറ്റ് എത്രയാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇക്വിറ്റി ഷെയർസ് ഒക്കെ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർസിന് അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുത്ത ഈ എമൗണ്ടിൻ്റെ പരമാവധി 2.5% വരെയാണ് ഇക്വിറ്റി ഷെയറിന്മേൽ അണ്ടർ റൈറ്റേഴ്സിന് കിട്ടാവുന്ന പരമാവധി കമ്മീഷൻ. അതുപോലെ തന്നെ ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത ഷെയറുകളുടെ ഈ എമൗണ്ടിൻ്റെയും പരമാവധി 2.5% തന്നെയാണ് ഇക്വിറ്റി ഷെയറിന്മേൽ അണ്ടർ റൈറ്റേഴ്സിന് കിട്ടാവുന്ന പരമാവധി അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അതുപോലെ 5 ലക്ഷം വരെ എമൗണ്ട് വരുന്ന പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ കൺവേർട്ടബിൾ അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അവയ്ക്കും അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുത്തിട്ടുള്ള പരമാവധി 5 ലക്ഷം രൂപ വരെയുള്ള പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അതിൻ്റെ എമൗണ്ടിൻ്റെ പരമാവധി 2.5% വരെയാണ് അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുത്തിട്ടുള്ള ഈ എമൗണ്ടിന് അവർക്ക് കിട്ടാവുന്ന പരമാവധി കമ്മീഷൻ. അതേപോലെ ജനറൽ പബ്ലിക് ഇത്തരം 5 ലക്ഷം രൂപ വരെയുള്ള പ്രിഫറൻസ് ഷെയറുകളോ കൺവേർട്ടബിൾ അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത എമൗണ്ടിൻ്റെ 1.5% വരെയാണ് അണ്ടർ റൈറ്റേഴ്സിന് കിട്ടാവുന്ന പരമാവധി അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഇതുപോലെ തന്നെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എമൗണ്ട് വരുന്ന പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ഇത്തരം സെക്യൂരിറ്റികൾ അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്, അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ പരമാവധി 2% വരെയാണ് അണ്ടർ റൈറ്റേഴ്സിന് കിട്ടുന്ന പരമാവധി അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അതുപോലെ തന്നെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എമൗണ്ട് വരുന്ന പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ഇത്തരം സെക്യൂരിറ്റികൾ ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജനറൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത എമൗണ്ടിൻ്റെ പരമാവധി 1% വരെയാണ് അണ്ടർ റൈറ്റേഴ്സിന് കിട്ടുന്ന അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ലിമിറ്റാണ്. കമ്പനി അണ്ടർ റൈറ്റേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്ര രൂപ വേണം എന്നുള്ള കാര്യം അത് കമ്പനിക്കും അണ്ടർ റൈറ്റേഴ്സിനും ചർച്ച ചെയ്ത് ഫിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഈ റേറ്റിന് താഴെയുള്ള ഒരു റേറ്റ് വേണമെങ്കിലും കമ്പനിക്കും അണ്ടർ റൈറ്റേഴ്സിന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അണ്ടർ റൈറ്റേഴ്സിന് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഇനത്തിൽ കിട്ടുന്ന പരമാവധി അണ്ടർ റൈറ്റിംഗ് റേറ്റാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ശ്രദ്ധിക്കേണ്ട അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഷെയറുകൾ ഏതെങ്കിലും ഇതേ കമ്പനിയുടെ പ്രൊമോട്ടർമാരോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ എംപ്ലോയീസോ അല്ലെങ്കിൽ ഇതേ കമ്പനിയുടെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കൂട്ടുകാർ, ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബിസിനസ് അസോസിയേറ്റുകളോ ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിച്ചിട്ട് ഉണ്ടെങ്കിൽ അത്തരം ഷെയറിന്മേൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇവ ഒഴികെ ഉള്ള പബ്ലിക് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റികളിലാണ് അല്ലെങ്കിൽ ഷെയറുകളിലാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യം ഉള്ളത്.
ഈ കമ്പനിയുടെ പ്രൊമോട്ടറോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരുടെ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇതേ കമ്പനിയുടെ ജോലിക്കാരോ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബിസിനസ് അസോസിയേറ്റുകളോ ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത്തരം ഷെയറുകളിന്മേൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവ ഒഴികെ ഉള്ള പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വരുന്ന ഷെയറുകൾക്ക് മാത്രമാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം.